BJP ദേശീയ അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. ഈ മാസം 19-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ജനുവരി 20-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, വിശദാംശങ്ങൾ. BJP ദേശീയ അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. ഈ മാസം 19-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ജനുവരി 20-നാണ് തെരഞ്ഞെടുപ്പ്. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. അൽ നമ്പ്യാർ, BJPയുടെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിജ്ഞാപനമാണിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. രാജ്യസഭാ അംഗമായിട്ടുള്ള ലക്ഷ്മണാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത്. അദ്ദേഹം ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മാസം 19-ന് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാകും. 20-നാണ് തെരഞ്ഞെടുപ്പ്. അന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട്. നിലവിൽ JP നദ്ദയാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള JP നദ്ദയാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്ന ചുമതല വഹിക്കുന്നത്. 2020-ൽ നേരത്തെ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ, ഗുജറാത്തിൽ നിന്നുള്ള അമിത്ഷാ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയതോടുകൂടിയായിരുന്നു BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് JP നദ്ദ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. കൂടാതെ നേതൃമാറ്റ സമയമാണിത്. ബാക്കി സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയാവുകയും സംസ്ഥാനങ്ങളിൽ നേതൃമാറ്റം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ BJP ദേശീയ തലത്തിൽ നേതൃമാറ്റത്തിലേക്ക് കടക്കുന്നത്. ഇതിനോടകം തന്നെ വർക്കിംഗ് പ്രസിഡന്റായി ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുക്കുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകും. നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം തന്നെയായിരിക്കും BJPയുടെ ദേശീയ അധ്യക്ഷനായി എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുണ്ട്. അതിൻ്റെ വിജ്ഞാപനമാണ് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. 19-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാകും. 20-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് തന്നെ പുതിയ ദേശീയ അധ്യക്ഷന്റെ പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. BJP ദേശീയ അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. ഈ മാസം 19-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ജനുവരി 20-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.